നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. അർജുനായുള്ള തിരച്ചിൽ ഇന്ന് 12ാം ദിനം. ദൗത്യം ഏറ്റെടുത്ത് ഈശ്വർ മാൽപേ സംഘം. ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 12ാം ദിവസം. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താനുള്ള ദൗത്യ സംഘത്തിന്റെ ശ്രമങ്ങൾ ഇന്ന് തുടരുന്നു. നദിയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ തിരച്ചിൽ വിഫലമായി. ഇന്നും അടിയൊഴുക്ക് ശക്തമാണ്. അർജുന്റെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഒഴുക്ക് ശക്തമായതിനാൽ വലിയ ചങ്ങാടങ്ങൾ പുഴയ്ക്ക് മധ്യത്തിൽ സ്ഥാപിച്ച ശേഷം തിരച്ചിൽ നടത്താനാണ് ആലോചന. സൈന്യത്തിന്റെ കൂടുതൽ സേവനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഇന്നെത്തിക്കും. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിനും കഴിഞ്ഞില്ല. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം ഇവിടെ പരിശോധന തുടരുന്നുണ്ട്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കുന്നിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ 20,000 ടൺ മണ്ണ് ഇതുവരെ നീക്കി. ഉത്തര കന്നഡ ജില്ലയിൽ നിന്നും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ 4 സിഗ്നൽ ലഭിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ 8 അംഗ സംഘം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപേ സംഘമാണ് ദൗത്യം ഏറ്റെടുത്തത്. സമാന സാഹചര്യങ്ങളിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുള്ള സംഘമാണിത്. ദൗത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ദൗത്യം പൂർത്തിയാകും വരെ ഇവിടെ തുടരാൻ കാർവാർ MLAയോട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത്. ഇന്നലെ ഒരു ദൃക്സാക്ഷി ലോറി ഒഴുകിപ്പോകുന്നത് കണ്ടതായി പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4ാമത്തെ സിഗ്നൽ ലഭിച്ചത്. അതേസമയം രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ദൗത്യ സംഘം ഉടൻ കലക്ടർക്ക് കൈമാറും.